മഴയെ തുടർന്ന് മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര നിരോധിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം. അടർന്നു വീഴാൻ പാകത്തിൽ നിൽക്കുന്ന വലിയ പാറക്കൂട്ടങ്ങളാണ് ഇത്തരത്തിൽ യാത്രാ നിരോധനത്തിന് കാരണമായിരിക്കുന്നത്. കനത്ത മഴയും മണ്ണിടിച്ചിൽ സാധ്യതയും കണക്കിലെടുത്താണ് ജില്ലാ ഭരണകൂടം ദേവികുളം ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദേവികുളം മുതൽ പൂപ്പാറ വരെയുള്ള ഭാഗത്താണ് യാത്രാ നിരോധനമുള്ളത്. ആദ്യഘട്ടത്തിൽ രാത്രി യാത്രയ്ക്കായിരുന്നു നിയന്ത്രണമെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും യാത്ര അനുവദനീയമല്ല. മണ്ണിടിച്ചിലിൽ ഇടിഞ്ഞെത്തിയിട്ടുള്ള പാറക്കല്ലുകൾ മഴ കുറയുന്ന മുറയ്ക്ക് മാത്രമേ പൊട്ടിച്ചു നീക്കാനാവൂവെന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞു. മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ട്, അതിനകത്തൊരു പാറ പൊട്ടിച്ച് നീക്കുന്നതിലും തടസ്സമുണ്ട്. അത് നിലവിൽ NHന്റെ അടുത്ത് ആ പാറ പൊട്ടിച്ച് നീക്കാൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ബ്ലാസ്റ്റ് വഴി ആ പാറ നീക്കം ചെയ്യാൻ സാധിക്കില്ല. മഴയൊന്ന് ശമിച്ചതിന് ശേഷം മാത്രമേ ആ പാറ നീക്കാൻ സാധിക്കുകയുള്ളതാണ് NH അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കനത്ത മഴയെ തുടർന്ന് ഗ്യാപ്പ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ചിന്നക്കനാൽ മേഖലയിലെ സ്കൂളുകളിൽ പഠനം നടത്തുന്ന മൂന്നാർ മേഖലയിലെ വിദ്യാർത്ഥികളാണ്. ഗ്യാപ്പ് റോഡിലൂടെ സഞ്ചരിച്ചാൽ 3/4 മണിക്കൂറോളം സമയം കൊണ്ട് സ്കൂളിൽ എത്താൻ കഴിയുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ 1.5 മണിക്കൂറിലധികം സമയം യാത്രയ്ക്കായി വാഹനങ്ങളിൽ ഇരിക്കണം. ഇരട്ടിയിലധികം കിലോമീറ്റർ സഞ്ചരിച്ചു വേണം കുട്ടികൾക്ക് വിദ്യാലയത്തിൽ എത്താൻ. ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടായാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഈ സാഹചര്യത്തിലാണ് ദേവികുളം താലൂക്കിലെയും ചിന്നക്കനാൽ പഞ്ചായത്തിലെയും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. കൈരളി ന്യൂസ്, ഇടുക്കി.